ഹലോ മച്ചമാരെ, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ കളംകാവൽ രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. രണ്ടാം ദിനവും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുമായി സിനിമ പോവുകയാണ്. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സ്ക്രീൻ കൗണ്ടുകളും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇതിനിടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് 260 സ്ക്രീനുകളിലാണ് സിനിമ ഇന്നലെ റിലീസ് ചെയ്തെങ്കിൽ ഇന്ന് 365 സ്ക്രീനുകളിലേക്ക് കേരളത്തിൽ തന്നെ ആകുന്നു. GCC രാജ്യങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഷോ കൗണ്ടുകൾ ആഡ് ചെയ്യുന്നു. 700-ന് മുകളിലുള്ള ഷോകളാണ് നമുക്ക് GCC UAEയിൽ മാത്രമായി ഉള്ളത്. ഇനി കളക്ഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യ ദിനത്തെ ഇപ്പോൾ ട്രാക്ഡ് കളക്ഷൻസ് പ്രകാരം വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 4,80,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,10,00,000 രൂപ, ഡൊമസ്റ്റിക്കിൽ നിന്ന് 6,10,00,000 രൂപ, അങ്ങനെ ഓവർസീസിൽ നിന്ന് 7.5 കോടിയോളം വന്നു എന്നുള്ളതാണ്. അതായത് 14 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് 5 മണിയോടെ ആയിരിക്കാം. എന്താണേലും 5 കോടി പോലും തികച്ചുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ 1 കോടിയൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ 4-5 കോടി മാക്സിമം വേൾഡ് വൈഡ് ആയിട്ട് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 15 കോടിക്കടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവമാണ്. രണ്ടാം ദിനവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ട് 2 കോടിക്ക് മുകളിൽ സിനിമ ഇതിനോടകം തന്നെ കളക്ഷൻ വന്നിരിക്കുന്നു. പ്രീ സെയിലൂടെ 1.5 കോടിയോളമാണ് സിനിമയ്ക്ക് വന്നതെങ്കിൽ ഇന്ന് 1,505ഓളം ഷോകളിൽ നിന്ന് 1,36,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 31% ഒക്യുപ്പൻസി ഉച്ചയ്ക്ക് 12 മണി വരെ എത്തിയിരിക്കുന്നു. 2,32,00,000 രൂപയും ട്രാക്കിങ്ങിലൂടെ സിനിമ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 10 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 25 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മമ്മൂട്ടി ഫാൻസിനോട് എടുത്ത് പറയാനുള്ളത്, തിയേറ്ററിൽ പോയി സിനിമ കാണൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.